23-ാം വയസ്സിൽ പഞ്ചായത്ത് പ്രസിഡന്റായി തീർന്ന അഡ്വക്കേറ്റ് വി ജോയ് ആറ്റിങ്ങലിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ജനവിധി തേടുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണ ചൂടിനിടയിലും സഖ വി കെ നായനാർ ഓർമ്മകളായി ജോയുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. ഒളിമങ്ങാത്ത ഓർമ്മകൾ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം സഖാവ് നായനാരുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. എൻ്റെ കല്യാണത്തിന് നായനാർ സഖാവ് വന്നിരുന്നു. പക്ഷെ അദ്ദേഹം വരുമ്പോൾ ഒരു അല്പം ലേറ്റായിപ്പോയി. അപ്പോൾ അദ്ദേഹം അവിടെ വന്നങ്ങ് പൊട്ടിത്തെറിച്ചു. ആരോടാ പറഞ്ഞത് ഞാൻ വരാതെ കല്യാണം നടത്താൻ? അപ്പം അങ്ങനെ ഒരു വലിയ എല്ലാവരും ഒരു അപ്സെറ്റായി പോയ ഒരു സാഹചര്യം. അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഞാൻ വന്നതിന് ശേഷം മാത്രമേ കല്യാണം നടക്കാവൂ, അല്ലെങ്കിൽ എൻ്റെ സാന്നിധ്യത്തിൽ കല്യാണം നടക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വല്ലാത്ത ഒരു ആഗ്രഹം അത് പ്രകടിപ്പിച്ച ഒരു സാഹചര്യം ഉണ്ടായി. അതൊരു ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണത്. നായനാർ സാഹു എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു ഇന്നസെൻ്റായ അല്ലെങ്കിൽ ഒരു അദ്ദേഹത്തിൻ്റെ ഒന്നും മനസ്സിൽ വയ്ക്കാതെ ഇങ്ങനെ പ്രകടിപ്പിക്കുന്ന ഒരു മനുഷ്യനെ, ഒരു നേതാവിനെ നമുക്കൊരിക്കലും കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓരോരുത്തരെ സംബന്ധിച്ചും അദ്ദേഹം ആ ചുരുങ്ങിയ സമയം കൊണ്ട് പഠിച്ചതിന് ശേഷം അദ്ദേഹം അതിനെ സംബന്ധിച്ച് ഒരു അഭിപ്രായം പറയും. അത് എവിടെ വെച്ച് കണ്ടാലും അദ്ദേഹം അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ജനകീയനായ, അല്ലെങ്കിൽ അദ്ദേഹം ആരെക്കുറിച്ച് എന്തു പറഞ്ഞാലും ആർക്കും ഒരു വിഷമമില്ല. അതായത് യഥാർത്ഥത്തിൽ നായനാർ സാഹിബിനെ സംബന്ധിച്ച് ഒരു പബ്ലിക്കിൻ്റെ മുമ്പിൽ അഡ്രസ്സ് ചെയ്യുമ്പോൾ പബ്ലിക്കിനെ കുറിച്ച് പറഞ്ഞാലും ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞാലും നായനാർ സാഹിബാണ് പറഞ്ഞത്, അത് അത്രയേ ഉള്ളൂ എന്ന നിലയിലേക്ക് അത് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണത്. കുടുംബാന്തരീക്ഷം എങ്ങനെയാണ്? പൊതുരംഗത്തേക്ക് വരാൻ അനുകൂലമായ ഗ്രഹാന്തരീക്ഷമായിരുന്നോ? മാതാപിതാക്കളുടെ താല്പര്യം എന്തായിരുന്നു? അന്ന് പ്രീ ഡിഗ്രിയാണ്, നിർബന്ധിച്ച് സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് പഠിപ്പിച്ചതാണ്. അപ്പോൾ അവരുടെ ഒരു എയിം മറ്റൊരു രൂപത്തിലേക്ക് ആയിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അത് പിന്നെ നടക്കാതെ പോയി. പിന്നെ ഇങ്ങനെ ഒരു രാഷ്ട്രീയ സംവിധാനങ്ങൾ, സംഘടനാ സംവിധാനങ്ങൾ ഒക്കെ വന്നു എന്നുള്ളതാണ്. പിന്നെ മാറിയതിന് ശേഷം വീട്ടുകാരെല്ലാം നന്നായിട്ട് പൊരുത്തപ്പെട്ട് അതുമായി സഹകരിച്ച് പോയി എന്നുള്ളതാണ്. ഈ മർദ്ദനമായിട്ട് ജയിലിൽ കിടക്കുന്ന സമയത്ത് അമ്മയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? അത് വളരെ സീരിയസ് ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു 18 വയസ്സ് ആകുന്നതിന് മുമ്പാണ് റെയിൽവേ സമരത്തിൽ 12 ദിവസം ജയിലിൽ കിടക്കുന്നത്. അന്ന് 12 ദിവസവും അമ്മ ആഹാരം കഴിച്ചിട്ടില്ല. വളരെ നിർബന്ധിച്ച് വീട്ടുകാർ എന്തെങ്കിലും ചായയോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക അല്ലാതെ അവരൊരു വിധത്തിൽ ആഹാരം കഴിക്കാതിരുന്നു. വല്ലാത്തൊരു സാഹചര്യമായിരുന്നു വീട്ടിൽ ഉണ്ടായിരുന്നത്. അതൊന്ന് പൊരുത്തപ്പെട്ട് വരാൻ പിന്നീട് ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ വന്നിട്ടും അത് പൊരുത്തപ്പെട്ട് വരാനായിട്ട് വലിയ സമയമെടുത്തു. ഈ ജോയ് എന്ന് പേര് ഇട്ടതാരാണ്? അത് അച്ഛനാണ് ആ പേരിട്ടത്. ഞങ്ങൾ 4 പേരാണ്. എല്ലാവരുടെയും ജാ വെച്ച് ആണ് പേരിട്ടിരിക്കുന്നത്. ജോയ്, ജിജി, ജേസി, ജിസി, അങ്ങനെയാണ് ആ പേരിട്ടിരിക്കുന്നത്. അത് അച്ഛൻ്റെ ഇതനുസരിച്ചിട്ട് അങ്ങനെ പേരിട്ടതാണ്. ആ പേരിൽ ഞാനിപ്പോൾ അഭിമാനിക്കുകയാണ്. കാരണം ജോയ് എന്ന പേര് യഥാർത്ഥത്തിൽ ആളുകളുടെ ഒരു മനസ്സിലുള്ള പേരായി മാറി. അതൊരു വലിയ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാനതിനെ കാണുന്നത്. ജീവിതത്തിലും ജോയ്ഫുൾ ആണോ എപ്പോഴും? വേറെ അങ്ങനത്തെ ഒരു വിഷമമൊന്നും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഇല്ല. വളരെ സന്തോഷപരമായിട്ടുള്ള പോക്കാണ് ഉണ്ടായിട്ടുള്ളത്. മറ്റുള്ളവരും ജോയ്ഫുൾ ആവാനായിട്ട് ആശംസിക്കുന്നു താങ്കളുടെ സാന്നിധ്യം കൊണ്ട്. ഓക്കെ, താങ്ക് യു.